ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ടു വന്നവർക്ക് മനസ്സിലായി കാണും, ഞാൻ ഇന്നൊരു എക്സാം ഫെയിലിയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എക്സാം അഡാപ്റ്റേഷൻ എക്സാം ആണ്. ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യാനായിട്ടുള്ളൊരു കാരണം ഒരു കമൻ്റ് ആണ്. ആ കമൻറ്റ് എന്താണെന്നും ആ കമൻറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോൾ HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കംപ്ലീറ്റ് ഫ്രീസ് അല്ലെങ്കിലും പാർഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രീസ് ആണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ വലിയ ഹ്യൂജ് റിക്രൂട്ട്മെന്റ്സ് ഒന്നും നടക്കുന്നില്ല. ചെറിയ തോതിലൊക്കെ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നതേ ഉള്ളൂ. എനിവേ അത് റിലേറ്റഡ് ആയിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അയർലൻഡിൽ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, അത് പാസ്സാകുകയും വേണം. അപ്പോൾ അത് ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ചിലർ സ്വന്തമായിട്ട് ചൂസ് ചെയ്യാറുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. ചിലരോട് സജസ്റ്റ് ചെയ്യുന്നതാണ് ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അഡാപ്റ്റേഷൻ എടുക്കണം അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എടുക്കണം. ഈ അഡാപ്റ്റേഷൻ എന്താണെന്നും ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ആ വീഡിയോയ്ക്ക് ശേഷം എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചായിരുന്നു അഡാപ്റ്റേഷനിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ കുറിച്ചൊക്കെ. സോ അത് റിലേറ്റഡ് ആയിട്ടും ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ന് ആ വീഡിയോയ്ക്ക് താഴെ എനിക്കൊരു കമൻറ്റ് വന്നു. കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് കമൻ്റ് ആണ്. അതിനുശേഷം അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും വന്നു. സോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ കമന്റ് ഇട്ട ആൾ ഉദ്ദേശിക്കുന്നത് ഇത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം, സോ ഇത് വായിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ആ ആള് കമന്റ് ഇട്ടിരിക്കുന്നത്. സോ അയാൾ അത്രയും കാര്യമായിട്ട് കമന്റ് ഇടുമ്പോഴത്തേക്ക് ആ കമന്റ് ശ്രദ്ധയിൽപ്പെടാതെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിലൂടെ ആർക്കെങ്കിലും ഒക്കെ കുറച്ച് ഒരു അവയർനെസ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചു. എന്തായാലും ഞാൻ ആ കമന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ബെസ്റ്റ്. അഡാപ്റ്റേഷൻ തോന്നിയ പോലെയാണ് നടത്തുന്ന പല ഹോസ്പിറ്റലുകൾ. വെരി പെയിൻഫുൾ സിറ്റുവേഷനാണ്. നോ സപ്പോർട്ട് ഫ്രം ഐറിഷ് നഴ്സസ്. മനഃപൂർവ്വം തോൽപ്പിക്കുകയാണ്. നെഗറ്റീവ് കമൻസ് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ കരയുന്ന അഡാപ്റ്റേഷൻ നഴ്സസ് ആണ്. ചിലർക്ക് സുഖമാണ്. നല്ല പ്രസപ്റ്റർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അഡാപ്റ്റേഷൻ ടൈമിൽ. അല്ലെങ്കിൽ വെരി ഹാർഡ് ആൻഡ് പെയിൻഫുൾ സിറ്റുവേഷനാണ്. 12 വീക്സ് വരെ പോകാൻ ചാൻസ് ഉണ്ട്. അവർക്ക് നമ്മളെ അവർ ഉദ്ദേശിച്ച പോലെ പെർഫെക്റ്റ് ആയി തോന്നിയില്ലേ, തീർന്നു നമ്മുടെ കാര്യം. പിന്നെ ദൈവം മാത്രം തുണ. പിന്നെ ഇടുന്ന സപ്പോർട്ട് ഗ്രൂപ്പിലാണ്. ആക്ച്വലി അത് സപ്പോർട്ട് ഗ്രൂപ്പ് അല്ല, എലിമിനേറ്റഡ് ഗ്രൂപ്പ് എന്നാക്കണം. അതിൽപ്പെട്ട ഒള്ളി ഗോഡ് മാത്രം തുണയുള്ളൂ. ഒരു പ്രിസെപ്റ്റർ കീഴിലാണെങ്കിൽ ഒരു ചെറിയ സ്ട്രെസ് കുറവുണ്ട്, ബട്ട് അത് പേരിലേ ഉള്ളൂ. പലരും പല പ്രിസെപ്റ്റർ കൂടെയാണ് ഇടുന്നത്. അതാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ. ഓരോരുത്തർ വന്ന് അഡാപ്റ്റേഷൻ നേഴ്സ് ആൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതി ജോബ് അസൈൻ ചെയ്തു കൊടുക്കും. ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കില്ല. മലയാളികൾ പറഞ്ഞു തരും, ബട്ട് അവർ ജോബ് ഫുൾ ബിസിയാണ്. പാവങ്ങൾ. ഐറിഷ് നേഴ്സസ് ആണ് പ്രോബ്ലം. എന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് പറയും. ആൻഡ് റിപ്പോർട്ട് ടു CNM. മനഃപൂർവ്വം ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യിക്കും. പിന്നെ CNM ആൻഡ് ക്ലിനിക്കൽ ഫെസിലിറ്റേറ്ററായി മീറ്റിംഗ്. കരഞ്ഞ് നിലവിളിക്കുന്ന സിറ്റുവേഷൻ. കുറേ എക്സ്പീരിയൻസ് ഉണ്ട് പറയാനാണെങ്കിൽ. സോ എല്ലാവരും നല്ലവണ്ണം പ്രാർത്ഥിക്കുക. അഡാപ്റ്റേഷൻ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ആയി കിട്ടിയവർ. ഇല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും വളരെ സ്ട്രഗിൾ ആയിരിക്കും. അഡാപ്റ്റേഷൻ പീരീഡ് കടന്നു പോകുന്നേ. ബൈ അഡാപ്റ്റേഷൻ കിട്ടാത്ത ഒരു നേഴ്സിൻ്റെ ഹസ്ബൻഡ്. സോ കമന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ആ വീഡിയോയുടെ താഴെ തന്നെ കിടപ്പുണ്ട്. അത് പിൻ ചെയ്തിട്ടുണ്ട് ഈ കമന്റ്. സോ താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാം. അതിനുശേഷം 2-3 കോൺവെർസേഷനും കൂടെ നടന്നു. ഞാൻ അതും സൈഡിൽ കാണിച്ചേക്കാം. സോ ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, ഇനി അഡാപ്റ്റേഷന് വരാനിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഫെയിലിയേഴ്സ് ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിനുശേഷം പുള്ളി വീണ്ടും കമന്റ് ഇട്ടതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് തന്നെ 4 പേര് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ സപ്പോർട്ട് ഗ്രൂപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിൽ ആകും എന്നുള്ളൊരു രീതിയാണ്. എലിമിനേഷൻ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് പുള്ളി സപ്പോർട്ട് ഗ്രൂപ്പിനെ ഉദ്ദേശിക്കുന്നത്. സോ അതിൽ തന്നെ 5 പേരെ ഇട്ടു, അതിൽ 4 പേര് ഫെയിലായി. ഒരാളുടെ കാര്യം ചർച്ചയിലാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. സോ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം നിങ്ങളെ മനസ്സിലാക്കി തരാനാണ്. ഇപ്പോൾ HSC റിക്രൂട്ട്മെന്റ് ഫ്രീസ് ആണ്, നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്, എങ്കിലും ഫെയിലിയേഴ്സിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ ആരും പ്രതീക്ഷിക്കരുത് അഡാപ്റ്റേഷൻ ഈസി ആയിരിക്കും അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ഈസി ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ അഡാപ്റ്റേഷന് വന്നിട്ട് ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ ആകാം എന്നൊന്നും തീരുമാനിച്ച് നിങ്ങൾ അഡാപ്റ്റേഷന് പോകരുത്. കാരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തൊട്ട് അവർ അസസ് ചെയ്യുന്നുണ്ട് എൻഡ് ചെയ്യുന്നിടം വരെ. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കൊരു പ്രിസെപ്റ്ററെ കിട്ടും, പക്ഷെ ആ പ്രിസെപ്റ്റർ തന്നെ ആയിരിക്കണമെന്നില്ല നിങ്ങൾ എൻഡ് ചെയ്യുന്നിടം വരെ. ഇടയ്ക്ക് മാറി തിരിഞ്ഞൊക്കെ ആൾക്കാർ വരും. സോ അവരൊക്കെ അസസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം നിങ്ങൾക്കുണ്ടായിരുന്ന പ്രിസെപ്റ്ററിന്റെ മുന്നിൽ നിങ്ങളെ നന്നായിട്ട് പെർഫോം ചെയ്തു, ഇടയ്ക്ക് വരുന്നവരുടെ അടുത്ത് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിലും അങ്ങനെ ഓരോ ദിവസത്തെ അസസ്മെന്റ് അനുസരിച്ച് നിങ്ങളുടെ
ലൈക്ക് സ്കോറിങ് കുറയും. സോ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഡേ തൊട്ട് അതിൻ്റെ എൻഡ് ഡേ വരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യണം. അതിൽ കുറേ ഡൊമെയിൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ അഡാപ്റ്റേഷനെ കുറിച്ച് കാണാത്തവരുണ്ടെങ്കിൽ കാണും, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ അഡാപ്റ്റേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ ആ ഡൊമെയിനൊക്കെ അവർ നോക്കുന്നതാണ്. സോ അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും നിങ്ങളുടെ സ്കോറിങ്ങും അതേപോലെ തന്നെ അവർ നിങ്ങളെ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അഡാപ്റ്റേഷൻ ആയാലും ആപ്റ്റിറ്റ്യൂഡ് ആയാലും സിമ്പിളായിട്ട് കാണരുത്. അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഫ്രീസ് ആണ്, സ്റ്റാഫ് ഷോർട്ടേജ് ആണ്. നമുക്കറിയാം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഫ്രീസിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടി ഓരോരുത്തർ അയർലൻഡിൽ എത്തുന്നത്. അപ്പം അയർലൻഡിൽ വന്നിട്ട് അഡാപ്റ്റേഷനും കഴിഞ്ഞ് ഒരു 12 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യണം. സോ ആ ഒരു അവയർനെസ് തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതും ഈ ഒരു കമൻറ്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.